ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷുവിൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നാളെയാണ് വിഷു. അപ്പോൾ ഇന്ന് തലേദിവസമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എനിക്കിന്നാണ് സമയം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കണ്ട, നമുക്ക് ആ ഒരു മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ സിറം ആണ് കേട്ടോ എടുക്കുന്നത്. സിറം എടുത്ത് നമുക്ക് ഹെയറിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം. എൻ്റെ ഹെയർ കുറച്ചൊന്ന് ഫ്രിസി ഹെയർ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിറം അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുമാതിരി നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഒരുമാതിരി ബുമ്മനായിരിക്കും. ഹെയർ എന്നിട്ട് നമുക്കൊന്ന് കെട്ടിയേക്കാം. ഹെയർ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ലിപ് ബാമാണ് ഇടുന്നത്. ചുണ്ടൊക്കെ ഒന്ന് മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം സൺസ്ക്രീൻ. നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം എൻ്റെ കണ്ണിൽ ചെറിയ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ എവിടാണോ എന്തോ മോളെടുത്ത് എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് കൈ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിലും കൈ വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി തൃപ്തികരം. അപ്പം അത്യാവശ്യം ഡാർക്ക്നെസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം നല്ല ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷനൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ നമ്മുടെ ഫേസിൽ കുറച്ചൊന്ന് കട്ടി പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ്. എന്നാലും ചില ടൈമിലൊക്കെ എനിക്ക് കുറച്ചൊന്ന് ഡ്രൈ പോലെ തോന്നാറുണ്ട് ചില ഏരിയാസൊക്കെ. പിന്നെ പുറത്തോട്ടൊക്കെ പോയാൽ പറയാൻ വേണ്ട കേട്ടോ, നന്നായിട്ട് ഓയിൽ ആയിപ്പോവും ഫേസ്. അത്യാവശ്യം കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും മതി, ഒരുപാട് അങ്ങ് പുട്ടിയടിക്കണ്ട നമുക്ക്. നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഐഷാഡോ സെറ്റ് ചെയ്യാം.
ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് എഴുതി കേട്ടോ. എനിക്ക് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അത്ര അങ്ങോട്ട് സെറ്റാവാത്ത പോലെ തോന്നി. ബഡ്സ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഘട്ടം നമുക്ക് ലിപ്പ് ലൈനർ വരയ്ക്കുക എന്നതാണ്. നമുക്ക് ലിപ്പ് ലൈനർ വെച്ച് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കായ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ഒന്ന് നമ്മൾ ത്രെഡൊക്കെ ചെയ്തിട്ട് ഫില്ല് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് മെനക്കി വൃത്തിയായിട്ടിരിക്കുക കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐലൈനർ വെച്ച് തന്നെ ഒരു പൊട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എപ്പോഴും ഐലൈനർ ഉപയോഗിച്ചാണ് പൊട്ടിടുന്നത്. ഓക്കേ, ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ മുടി കെട്ടൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുടി കെട്ടൽ ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണോ. മുടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ തുളസി കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയതാണ്. കുറച്ചൊന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാണുന്നുണ്ടോ? സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാം. ഓക്കേ, നമുക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കാം. സിന്ദൂരം ഇട്ടു. നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ഈ കമ്മലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ചേരുന്ന ഒരു മാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിനായിട്ട് ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നിടാമെന്ന്. ഈ മാലയാണ് കേട്ടോ. കുറച്ച് പഴയ മാലയാണ്. ഇനി കൊളുത്ത് ഇല്ല കേട്ടോ. ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ വളകളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ മേടിച്ച വളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വിഷു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.